നമസ്കാരം. എമ്പുരാനിൽ മമ്മൂട്ടി ഉണ്ടോ? ഈ ചോദ്യം ടീസർ ലോഞ്ചിൽ മമ്മൂട്ടി എത്തിയതിനു ശേഷം തന്നെ വലിയ വ്യാപകമായി തന്നെ ഉയർന്നിരുന്നതാണ്. പ്രത്യേകിച്ച് 36 ക്യാരക്ടർ പോസ്റ്ററുകൾ 18 ദിവസങ്ങളായി പുറത്തുവിടുമെന്ന് പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞതിന് ശേഷം ഇന്ന് അതിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. ആ പോസ്റ്ററും കൂടി ഇന്നത്തെ ദിവസത്തെ പോസ്റ്ററും കൂടി പൂർണ്ണമാകുന്നതോടുകൂടി തന്നെ എമ്പുരാൻ ക്യാരക്ടർ പോസ്റ്റേഴ്സ് പൂർണ്ണമാവുകയാണ്. പക്ഷേ മമ്മൂട്ടി ഉണ്ടോ? ഈ ചോദ്യം വളരെ രീതിയിൽ ആ ടീസർ ലോഞ്ച് മുതൽ തന്നെ ഉണ്ടായിരുന്ന ചോദ്യം കൂടിയാണ്. കാരണം ടീസറിൽ മമ്മൂട്ടിയുടെ രീതിയിലുള്ള നിഴലുകളൊക്കെ തന്നെ കണ്ടു എന്നുള്ള വ്യാപകമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ക്യാരക്ടർ പോസ്റ്റേഴ്സിൽ ഒന്നും തന്നെ മമ്മൂട്ടിയില്ല. പക്ഷേ എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം അവസാനത്തെ 5 ക്യാരക്ടർ പോസ്റ്ററിൽ ഒരാൾ മമ്മൂട്ടി ആയിരിക്കുമോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. കാരണം അവസാനത്തെ 5 പോസ്റ്ററിൽ ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, പൃഥ്വിരാജ്, മോഹൻലാൽ ഈ 4 പേരല്ലാതെ മറ്റൊരാൾ ഉണ്ടാകുമായിരുന്നോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം 3ാമത്തെ ക്യാരക്ടർ പോസ്റ്ററായി അഭിമന്യു സിംഗിനെയും കൂടി വന്നതോടുകൂടി തന്നെ മമ്മൂട്ടി ഇല്ല എന്ന് ഒരു വിഭാഗം ചിന്തിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാലും ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഇല്ലാതെ ഒരു സർപ്രൈസ് ക്യാമിയോയ്ക്ക് സാധ്യതയുണ്ടോ എന്നൊരു പ്രസക്തമായ ചോദ്യവും കൂടിയുണ്ട്. കാരണം കേട്ടാൽ ഞെട്ടുന്ന വലിയ പേരുകൾ ഒന്നും ഇല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ പേരുകൾ ഉണ്ടെന്ന് സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞതിന് പിന്നാലെ തന്നെ മമ്മൂട്ടി ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടി തള്ളിക്കളഞ്ഞിട്ടില്ല. കാരണം ഈ L2E എന്ന എമ്പുരാൻ 2ാം ഭാഗം വരുമ്പോഴേക്കും പുതിയ പുതിയ കഥാപാത്രങ്ങൾ കൂടി ഇത്തവണ വന്നിട്ടുണ്ട് എന്നുള്ളത് ക്യാരക്ടർ പോസ്റ്റേഴ്സിൽ നിന്നും വീഡിയോസിൽ നിന്നും വ്യക്തമാണ്. അതിൽ ഏതൊക്കെയാണ് മലയാളി പ്രേക്ഷകർക്ക് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്നത്, മലയാള സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ആരൊക്കെ ഉണ്ടായിരിക്കും എന്നൊരു വലിയ പ്രസക്തമായ ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ ആദ്യ ഭാഗത്ത് ഉള്ളവരായ പലരും 2ാം ഭാഗത്തുമുണ്ട്. ഉദാഹരണത്തിന് ബൈജു, ഇന്ദ്രജിത്ത്, ടൊവിനോ, മഞ്ജു വാര്യർ അങ്ങനെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെ 2ാം ഭാഗത്തേക്കും എത്തുന്നുണ്ട്. അതല്ലാതെ ഒരു മലയാളി താരമുണ്ട്, ഒരു സർപ്രൈസ് താരമുണ്ട്. കാരണം മാസങ്ങൾക്ക് മുമ്പ് L2E തന്നെ പുറത്തുവിട്ട ഒരു പോസ്റ്ററുണ്ട്. ഒരാൾ തിരിഞ്ഞു നിൽക്കുന്ന ഒരു പോസ്റ്ററാണ് അതിലുള്ളത്. അത് ഫഹദ് ഫാസിലാണെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ടായിരുന്നു, ഒരാൾ ബേസിൽ ജോസഫ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പല പല അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ആ ഒരു പോസ്റ്റർ ഇപ്പോൾ അപ്രത്യക്ഷമാണ് എന്നുള്ളതാണ് വാസ്തവം. പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിൻ്റെയും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇപ്പോൾ ആ പോസ്റ്റർ കാണുന്നില്ല. അപ്പോൾ ആ പോസ്റ്റർ എന്തിനായിരുന്നു? അതൊരു ചോദ്യമാണ്. ആ പോസ്റ്റർ എന്തുകൊണ്ട് റിലീസ് ചെയ്തു, ഇപ്പോൾ എന്തുകൊണ്ട് ആ പോസ്റ്റർ കാണുന്നില്ല, അതൊക്കെ ഒരു ചർച്ചയിൽ നിൽക്കുന്നുണ്ട് ഒരു ഭാഗത്തു നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ലേ? അപ്പോൾ അത് അറിയാതെ റിവീൽ ചെയ്തതാണോ? അതൊരു സർപ്രൈസ് എലമെൻ്റ് ആണോ? അതൊരു സർപ്രൈസ് ഫാക്ടറാണോ? അങ്ങനെയാണെങ്കിൽ ആ കഥാപാത്രം ആരാണ് ചെയ്യുന്നത്? അങ്ങനെ ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മാർച്ച് 27-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തുകയാണ്. ഒരുപാട് സെൻറ്ററുകളിൽ പ്രത്യേകിച്ച് ആദ്യ ഷോയ്ക്ക് ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ വിറ്റ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഫാൻ ഷോയ്ക്ക് ഇപ്പോൾ തന്നെ ആദ്യ ഷോയ്ക്ക് അതിപ്പോൾ ഏത് സമയമാണെന്ന് ഇപ്പോഴും ചാർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആ ഒരു ചിത്രത്തിന് മേൽ ഇപ്പോഴും വലിയ ഹൈപ്പ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററുകളിൽ അത്രമേൽ ആളുകൾ ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഫാൻ ഷോയ്ക്ക് പ്രത്യേകിച്ച് പല സെൻറ്ററുകളിലും സീറ്റ് ഹൗസ്ഫുള്ളായി കഴിഞ്ഞു. അതായത് ഇനിയും ഒരു മാസം കൃത്യമായി പറയുകയാണെങ്കിൽ ഉണ്ട്. അതിന് മുമ്പ് തന്നെ ഈ ചിത്രത്തിൻ്റെ ആദ്യ ഷോ ഹൗസ്ഫുള്ളായി എന്നുള്ളൊരു ചരിത്ര നേട്ടവും കൂടി മോഹൻലാൽ നായകനാകുന്ന പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന ചിത്രത്തിലുണ്ട്. മാത്രമല്ല പല ലൊക്കേഷൻസിലായിട്ടാണ് ഈ ചിത്രം ഷൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. UK, USA അങ്ങനെ തുടങ്ങി പല രാജ്യങ്ങളിൽ പോയിട്ട് ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഷൂട്ട് ചെയ്യപ്പെട്ട ഒരു ബ്രഹ്മാണ്ഡ ചിത്രവും കൂടിയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് കുറച്ച് വിവാദങ്ങൾ ഈ സിനിമയുടെ പേരിലുണ്ടായത്. 141 കോടി രൂപയാണ് ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റായ G. സുരേഷ് കുമാർ പറഞ്ഞതിന് പിന്നാലെ ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവ് രംഗത്തെത്തുകയും ചെയ്തു. താങ്കൾ ആരാണ് എൻ്റെ സിനിമയുടെ ബഡ്ജറ്റ് പുറത്തുവിടാൻ? ഞാൻ പോലും പുറത്തുവിട്ടിട്ടില്ലാത്ത ബഡ്ജറ്റ് എങ്ങനെയാണ് താങ്കൾ അറിഞ്ഞത് എന്നുള്ളൊരു പരസ്യമായ പോരിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. അങ്ങനെ എമ്പുരാൻ്റെ റിലീസിനോട് അടുക്കുമ്പോൾ തന്നെ വിവാദങ്ങൾ ഒരു ഭാഗത്ത് കൊഴുക്കുമ്പോഴാണ് മറുഭാഗത്ത് അണിയറ പ്രവർത്തകർ ഇതുപോലെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി അറിയാനുള്ളത് ഈ സിനിമയുടെ സെക്കൻഡ് ടീസർ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ സോങ് അപ്ഡേഷൻ, ഇതിൻ്റെ ട്രെയിലർ റിലീസ്, ഇതെല്ലാം ഈ ഒരു മാസത്തിനുള്ളിൽ ചാർട്ട് ചെയ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴേക്കും പുതിയ കഥാപാത്രങ്ങളുടെ എൻട്രി ഈ ക്യാരക്ടർ പോസ്റ്റേഴ്സിൽ കൊടുത്തിട്ടില്ലാത്ത ആളുകളൊക്കെ തന്നെ അവർക്കപ്പുറം ആരെങ്കിലും ഈ ട്രെയിലറിൽ പ്രത്യക്ഷപ്പെടുമോ, അതോ സിനിമയിൽ ഈ ക്യാരക്ടർ പോസ്റ്റേഴ്സിൽ ഇല്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടാകുമോ? ഇതുപോലെ തുടങ്ങിയ നിരവധി ചർച്ചകൾ, നിരവധി കാര്യങ്ങളൊക്കെ തന്നെ നിൽക്കുകയാണ്. കാരണം 2019 ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ മലയാള സിനിമയായ ലൂസിഫറിൻ്റെ 2ാം ഭാഗം 6 വർഷങ്ങൾക്ക് ശേഷം വരുമ്പോഴേക്കും ഉണ്ടാകുന്ന കാത്തിരിപ്പ് ചെറുതൊന്നുമല്ല. ആ കാത്തിരിപ്പിന്മേലുള്ള ഒരുപാട് ഊഹങ്ങളും സംശയങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്.